ഹായ്, ഞാൻ അദീബ്. റിയൽമിയുടെ ബഡ്ജറ്റ് ഡിവൈസായ റിയൽമി C11 എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് റിയൽമി C11 വരുന്ന ബോക്സ്. ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് റിയൽമി C11ൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ MRP മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8,999 രൂപയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ വേരിയൻറ്റും IMEI ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഫോൺ കൂടാതെ ബോക്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറണ്ടി കാർഡ്, സിം ഇജക്ടർ ടൂള്, ഒരു 5 വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ, മൈക്രോ USB കേബിൾ ഇത്രയുമാണ് വരുന്നത്. വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് റിയൽമി ഈ ബഡ്ജറ്റ് ഫോണിന് നൽകിയിരിക്കുന്നത്. ഐഫോണിൽ വരുന്ന പോലത്തെ ഒരു സ്ക്വയർ ടൈപ്പ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്യുവൽ ക്യാമറയും ഒരു LED ഫ്ലാഷുമാണ് ഈ സ്ക്വയർ ടൈപ്പ് ക്യാമറ സെറ്റപ്പിൻ്റെ അകത്തായിട്ട് വരുന്നത്. ടെക്സ്ചർ ഡിസൈനിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിയൽമിയുടെ ബ്രാൻഡിങ് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം കാർഡ് സ്ലോട്ട് വരുന്നത്. ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 256 GB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, ഒരു മൈക്രോ USB ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഇത്രയുമാണ് ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ HD+ LCD പാനലാണ് ഇതിൽ വരുന്നത്. ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 88.7% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇതിൽ പ്രീ അപ്ഡേറ്റ് ഫിലിം പ്രൊട്ടക്ഷനും റിയൽമി നൽകുന്നുണ്ട്. പിന്നെ ഇതിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ വേർഷൻ റിയൽമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഫോണിൽ വരുന്ന പ്രോസസ്സറിനെ കുറിച്ച് നോക്കാം. MediaTekന്റെ Helio G35 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് പ്രോസസ്സറാണ് ഈ MediaTekന്റെ G35. അത്ര വലിയ പെർഫോമൻസ് ഒന്നും നമ്മൾ ഈ ഫോണിൽ എക്സ്പെക്ട് ചെയ്യരുത്. ഒരു നോർമൽ ഡേ ടു ഡേ യൂസേജിനൊക്കെ ഒരു നല്ലൊരു ഫോണാണ് ഇത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഫോൺ ചെറുതായിട്ട് ലാഗ് ആവുന്നുണ്ട്. അടുത്ത് നമുക്ക് ഈ ഫോണിൽ വരുന്ന ബാറ്ററിനെ കുറിച്ച് നോക്കാം. ഒരു 5000 mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 5000 mAh ബാറ്ററി ചാർജ് ആവാൻ അത്യാവശ്യം നല്ല ടൈം തന്നെ ആവുന്നുണ്ട്. അത്യാവശ്യം വലിയ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിന് ഒരു ഇത്തിരി ഭാരം കൂടുതലുമാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 196 grams ആണ്. വിഡ്ത്ത് 75.9 mm, ഡെപ്ത് 9.1 mm, ഹൈറ്റ് 164.4 mm ആണ് വരുന്നത്. അടുത്ത നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറയെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 13 MP ഒരു ക്യാമറയും ഒരു 2 MP ക്യാമറയും. ഫോണിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 5 MP ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇമേജ് ക്വാളിറ്റി നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സിനെ കുറിച്ച് നോക്കാം. ആക്സലറേഷൻ സെൻസർ, മാഗ്നറ്റിക് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ലൈറ്റ് സെൻസർ ഇതൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 10 വരുന്നത്. റിയൽമി UI ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇതിൽ വരുന്ന ആപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾസ്, കോൺടാക്ട്, മെസ്സേജിനൊക്കെ ഗൂഗിളിൻ്റെ ആപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് ഈ ആപ്സ് ഒക്കെ. ഈ ഫോൺ റിച്ച് ഗ്രേ, റിച്ച് ഗ്രീൻ എന്ന 2 കളർ വേരിയന്റിലാണ് വരുന്നത്. ഈ ഫോൺ 2GB 32GB എന്ന ഒരൊറ്റ വേരിയന്റിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7500 രൂപയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ ഫോൺ 500 രൂപ പ്രൈസ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. 7000 രൂപയ്ക്ക് നമുക്ക് ഈ ഫോൺ ലഭിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുക പ്രൈസ് ഡ്രോപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.